തെരഞ്ഞെടുപ്പിൻ്റെ ആരവം വന്നു കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുന്നു. വിവിധ മണ്ഡലങ്ങളിലെ, വിവിധ ജില്ലകളിലെ സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രോബബിളായിട്ടുള്ള വരാൻ സാധ്യതയുള്ളവരെ പരിചയപ്പെടുത്തുന്ന പരമ്പര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നതും വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും കോവളം മണ്ഡലത്തെക്കുറിച്ചാണ്. കോവളം മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നാടാർ കമ്മ്യൂണിറ്റിക്ക്, അത് ക്രിസ്ത്യൻ നാടാറാകട്ടെ ഹിന്ദു നാടാറാകട്ടെ, നാടാർ കമ്മ്യൂണിറ്റിക്ക് വലിയ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ സാധ്യതയുണ്ട്. കോവളം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സെൻ്ററാണ്. അതിൻ്റെ പേരിൽ തന്നെയാണ് മണ്ഡലവും അറിയപ്പെടുന്നത്. അവിടെ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് നീലലോഹിതദാസൻ നാടാർ ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അരുമ ശിഷ്യനായിരുന്ന, വളരെ പ്രായം കുറഞ്ഞ തിരുവനന്തപുരത്തു നിന്നുള്ള പാർലമെൻറ്റേറിയനായിരുന്ന MP ആയിരുന്ന നീലലോഹിതദാസൻ നാടാർ പിന്നെ പല പല പ്രശ്നങ്ങളാൽ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ഡൗണായി. ജനതാദളിൽ തന്നെ പല കഷ്ണങ്ങളായി. അതിൽ നിന്ന് മാറി അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ജനതാദളിൽ ചേർന്നു. ജനതാദളിൽ തന്നെ പല പല കഷ്ണങ്ങളായപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ, പാർലമെൻ്ററി രംഗത്തുള്ള പൊളിറ്റിക്കൽ കരിയർ ഒന്ന് ഡൗണായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീല പ്രകാശത്തിനെ അദ്ദേഹം മത്സരിപ്പിച്ചു. ജമീല പ്രകാശം MLA ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 2021 വിൻസെൻ്റ്, അതായത് അതിന് മുമ്പ് ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന വിൻസെൻ്റ് അവിടെ മത്സരിച്ചു. വിൻസെൻ്റാണ് ഇപ്പോൾ അവിടുത്തെ MLA, കോൺഗ്രസിൻ്റെ MLA. അവിടെ വിൻസെൻ്റ് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കോൺഗ്രസിൽ നിന്ന് തന്നെ മാറിപ്പോയ ഒരാളായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നു. പക്ഷേ BJPക്ക് കറക്റ്റായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ടില്ല. S. സുരേഷ് ജനറൽ സെക്രട്ടറിമാരിൽ BJPയുടെ ജനറൽ സെക്രട്ടറി S. സുരേഷ് മത്സരിക്കുകയാണെങ്കിൽ കോവളത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് കല്ലിയൂർ എന്ന് പറയുന്ന പഞ്ചായത്താണ്. അതൊക്കെ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന പഞ്ചായത്തുകളാണ്, ഈ പ്രദേശത്തിൻ്റെ പ്രോക്സിമിറ്റിയിലുള്ള പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ, ഒരു സംസ്ഥാന നേതാവ് മത്സരിക്കുകയാണെങ്കിൽ S. സുരേഷ് ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇടതുപക്ഷത്തിന് ഒരു ഫഗത് എന്ന് പറയുന്ന, റൂഫസ് ഡാനിയൽ എന്ന് പറയുന്ന, നേരത്തെ ജനതാദളിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നേതാവായിരുന്ന, അതും ശ്രേയാംസ് കുമാറിൻ്റെ ജനതാദളിലും LDFിലുണ്ട്. കൃഷ്ണൻകുട്ടി മാത്യു തോമസ് നയിക്കുന്ന ജനതാദളിലും ഇടതുപക്ഷത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ശ്രേയാംസ് കുമാറിൻ്റെ ജനതാദളിൽ ഇപ്പോൾ വീക്കാണ്. അവർക്ക് മന്ത്രിയുമില്ല, സ്ഥാനാർത്ഥിയില്ല, MLA ഒന്നുമില്ല. അപ്പോൾ ആ ശ്രേയാംസ് കുമാറിൻ്റെ കൂടെ നിൽക്കുന്ന ആ വിഭാഗത്തിൽ അവരുടെ കൂടെയാണ് റൂഫസ് ഡാനിയലും മകൻ ഫഗത്തും ഉള്ളത്. പക്ഷേ അതിൽ നിന്ന് ആ ഫഗത്ത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നീലലോഹിതദാസൻ നാടാരുടെയും ജമീൽ പ്രകാശത്തിൻ്റെയും ജനതാദൾ, അതായത് കൃഷ്ണൻകുട്ടി നയിക്കുന്ന, മാത്യു തോമസ് നയിക്കുന്ന ജനതാദളുകാർ കോംപ്രമൈസ് ചെയ്യണം. പക്ഷെ മറ്റൊരു വാർത്ത കൂടി കേൾക്കുന്നു. ഇതിൻ്റെ ഫഗത്തിൻ്റെ സാധ്യത കൂട്ടുന്നത് അതാണ്. കാര്യം ഫഗത്ത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ആ ഭാഗത്തു നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായി. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ അവിടെ വനിതയായതുകൊണ്ടാണ് മത്സരിക്കാതിരുന്നത്. ആ ഫഗത്ത് വളരെ ചെറുപ്പമാണ്, വളരെ ജെൻറ്റിൽമാനാണ്, അഴിമതിക്കാരനല്ല. അച്ഛനെ പോലെ തന്നെ സകല ആളുകൾക്കും വേണ്ടപ്പെട്ട അച്ഛൻ റൂഫസ് ഡാനിയൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോഴാണ് അദ്ദേഹം നിരവധി ബഡ് സ്കൂൾ തുടങ്ങി, സംസ്ഥാനത്ത് ആദ്യമായി ബഡ് സ്കൂൾ തുടങ്ങി. അവിടെ അത് കുടുംബശ്രീക്കാരെയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയൊക്കെ കൊണ്ട് അത് കാണിച്ചു. അവസാനം അത് ബഡ് സ്കൂൾ, കേരളത്തിലാകെ ബഡ് സ്കൂൾ പോകുന്നതിന് അവിടെ നിന്നാണ് ഒരു സാധ്യത ഉണ്ടായത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ, NGO പ്രവർത്തനങ്ങൾ, പിന്നെ അങ്ങനെ ധാരാളമായി പൊതുരാഷ്ട്രീയത്തിൽ ഇപ്പോൾ ജനതാദളിൻ്റെ നേതാവായിട്ടുണ്ടെങ്കിലും അതിലുപരിയായി സാമൂഹ്യ സാംസ്കാരിക സേവന കാരുണ്യ പ്രവർത്തനങ്ങളിലാണ് ഈ റൂഫസ് ഡാനിയൽ ഇപ്പോൾ ശക്തമായി രംഗത്തുള്ളത്. അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ ഫഗത്താണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഫഗത്താണ് ഉള്ളത്. ഫഗത്ത് ഇപ്പോൾ 2 ഓപ്ഷനാണുള്ളത് കേൾക്കുന്നത്. ഒന്നുകിൽ ഫഗത്ത് പാർട്ടിയിൽ നിൽക്കുന്ന, ഫഗത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള ശ്രേയാംസ് കുമാറിൻ്റെ ആളുകൾക്ക് സീറ്റ് കിട്ടണം. അതിന് ജമീല പ്രകാശവും നീലലോഹിത് നാടാരുടെ പാർട്ടി സമ്മതിക്കുമെന്നറിയില്ല. അങ്ങനെ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഫഗത്ത് അപ്പുറത്തെ പാർട്ടിയിലേക്ക് ചേരാം. ഇലക്ഷന് മുമ്പേ ആകുമ്പോൾ ചേരാൻ കാലുമാറ്റമില്ലല്ലോ. ഫഗത്ത് അപ്പുറത്ത് ചേർന്നതിന് ശേഷം, അവരെ കൂടെ ചേർന്ന് ആ ജനതാദളിൽ ചേർന്നതിന് ശേഷം സ്ഥാനാർത്ഥിയാകാം എന്നുള്ളൊരു ചർച്ചയും കേൾക്കുന്നുണ്ട്. എന്തായാലും വിൻസെൻറ്റും ഫഗത്തുമാണെങ്കിൽ നല്ല കടുത്ത മത്സരമായിരിക്കും. കാര്യം ഫഗത്ത് ചെറുപ്പക്കാരനാണ്, ജനസമ്മതനാണ്. അച്ഛൻ തന്നെ ഞാൻ പറഞ്ഞ റൂഫസ് ഡാനിയൽ വെങ്ങാനൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോഴാണ് പല പദ്ധതികളും നടപ്പിലാക്കിയത്. അദ്ദേഹം പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടും റൂഫസ് ഡാനിയൽ ഉണ്ടായിരുന്നു. വെള്ളായണി കായൽ സംരക്ഷണ സമിതിയുടെ അപ്പോസ്തലനാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്.
അപ്പോൾ അവിടുത്തെ എല്ലാ സാമൂഹിക രാഷ്ട്രീയ പരിപാടികളുടെയും മുൻനിരയിൽ ഉള്ള ആളാണ് റൂഫസ് ഡാനിയലും മകൻ ഫഹത്തും. അതുകൊണ്ട് ഫഹത്ത് ഡാനിയൽ, റൂഫസ് ഡാനിയൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ വലിയ മത്സരമായിരിക്കും അവിടെ ഉയർത്തുക. ഇത് ഇടതുപക്ഷത്തിൻ്റെയും കുത്തകയല്ല, വലതുപക്ഷത്തിൻ്റെയും കുത്തകയല്ല. എന്നാലും കൂടുതൽ പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുള്ളത് ജനതാദളുകാരാണ്, ഇടതുപക്ഷക്കാരാണ്. നീലദിവസം നാടാരാവട്ടെ, അതുപോലെ തന്നെ MP ആയിട്ടൊക്കെ നിന്ന സ്ഥലമാവട്ടെ, അതിനകത്ത് വരുന്നതാണല്ലോ. ജമീല പ്രകാശമാകട്ടെ ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോഴും കോവളം മണ്ഡലം വിൻസെൻറ്റിൻ്റെ കൂടെ നിന്നു. അത് വിൻസെൻ്റ് എന്നുള്ളൊരു വ്യക്തിപ്രഭാവം കൂടെയുണ്ട്. ആ വ്യക്തിപ്രഭാവത്തിന് തുല്യമായ വ്യക്തിപ്രഭാവത്തിൽ തന്നെയാണ് ഫഹത്തുമുള്ളത്. രണ്ടുപേരും ജനകീയരാണ്. അപ്പോൾ നല്ല രസകരമായ മത്സരമായിരിക്കും നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലും ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന ആളെന്നുള്ള നിലയിലും പിന്നെ അച്ഛൻ്റെ സ്വാധീനവും അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കഥകളും ഇപ്പോഴും സജീവമായി അവിടെ രംഗത്തുള്ള കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫഹത്തിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇടതുപക്ഷത്തിൽ പിന്നെ മൊത്തത്തിൽ ഒരു ഇടതുപക്ഷ ആൻറ്റി ഇൻകംബൻസ് കിടക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അതും കോവളത്തേക്ക് ബാധിക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫഹത്തിൻ്റെ സീറ്റ് കുറേ കൂടി സാധ്യതയുള്ളൊരു സീറ്റിലാണ് ഫഹത്ത് മത്സരിക്കുന്നത്. അതേസമയം തന്നെ വിൻസെൻ്റ് അവിടെ MLA ആയി ഉണ്ട്. 5 വർഷം MLA ആയിരുന്നു. അപ്പോൾ ഇനിയും വിൻസെൻ്റ് ആയിരിക്കും മത്സരിക്കുക. അപ്പോൾ നിലവിലൊരു MLAയും നിലവിലെ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും ആയിട്ടാണ് മത്സരം നടക്കുക. ആ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കോവളത്തിൻ്റെ മനസ്സ് ചുവന്നിട്ടുമുണ്ട്, ഇടതുപക്ഷത്തോടൊപ്പം പോയിട്ടുമുണ്ട്, കോൺഗ്രസിനോടൊപ്പം പോയിട്ടുമുണ്ട്. ഇതിനിടയിൽ BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വളരെ അടുത്ത ദിവസങ്ങളിലായിരിക്കും അത് സംബന്ധിച്ച് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാൽ ശക്തൻ നാടാരെന്ന് ഇപ്പോൾ അദ്ദേഹം പേരിൽ ഉപയോഗിക്കാറില്ല, ശക്തൻ നെയ്യാറ്റിൻകരയിൽ മത്സരിക്കുന്നതെന്നും അതുപോലെ തന്നെ ബാക്കി MLAമാരായിട്ട് CPMൽ ജയിച്ച MLAമാർ അതാത് മണ്ഡലം IB സതീഷ് കാട്ടാക്കടയും ഹരീന്ദ്രനാഥ് പാറശാലയും അൻസലം നെയ്യാറ്റിൻകരയും അങ്ങനെ നിലവിലെ MLAമാരെല്ലാം ആ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞത് ആ ഒരു ബെൽറ്റിനെ കുറിച്ച് പറയുന്നു. കാട്ടാക്കടയിൽ പിന്നെ ഇടതുപക്ഷത്തിന് IB സതീഷ് വരുമ്പോൾ വലതുപക്ഷത്തിന് മലയങ്കഴി വേണുഗോപാൽ ഒരു പ്രാവശ്യം മത്സരിച്ച് തോറ്റ ആളാണ് കോൺഗ്രസിൻ്റെ. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ PK കൃഷ്ണദാസാണ് BJPക്ക് വരുന്നത്. മറ്റിടങ്ങളിലെ BJP സ്ഥാനാർത്ഥികളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ പറഞ്ഞൊരു ബെൽറ്റ് ഉണ്ടല്ലോ, കോവളം, നെയ്യാറ്റിൻകര, പാറശാല, കാട്ടാക്കട എന്നൊക്കെ പറയുന്ന ബെൽറ്റിൽ ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനും വലിയ മെജോറിറ്റിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റൂഫസ് ഡാനിയലിൻ്റെ മകൻ ഫഹത്ത് റൂഫസ് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കടുത്ത മത്സരമായിരിക്കും അവിടെ നടക്കുന്നത്. അതിൽ ഇടതുപക്ഷം നേടുമോ, കോൺഗ്രസ് വീണ്ടും വിൻസെൻറ്റിലൂടെ ആ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.